നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. ഇസ്ലാമിൽ സ്ത്രീകൾക്ക് ഒരു അവകാശവും വകവച്ച് നൽകുന്നില്ല, ഒരു സ്വാതന്ത്ര്യവുമില്ല എന്ന് പറഞ്ഞു ഓരിയിടുന്ന ഇസ്ലാമിക വിരോധികൾ ചെവി തുറന്ന് കേൾക്കട്ടെ. ഇറ്റാലിയൻ പാർലമെന്റ് അംഗത്തിന്റെ മകൾ ആയിഷ ബർബറ്റോയുടെ വാക്കുകൾ. ഇസ്ലാം സ്വീകരണത്തെ പറ്റി അവർ മനസ്സ് തുറക്കുകയാണ്. മുമ്പ് ഞങ്ങൾ വിശ്വസിച്ച മതം, ആ മതവിശ്വാസം ഞങ്ങൾ സ്ത്രീകൾക്ക് ഒന്നും തന്നില്ല. 4 വർഷമായി ഇസ്ലാമിനെ പറ്റി ഞാൻ വായിക്കാൻ തുടങ്ങിയിട്ട്. ഇസ്ലാം നിയമത്തിന്റെയും സത്യത്തിന്റെയും മതമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതിനാൽ ഞാൻ മുസ്ലിമായി. ഇസ്ലാം സ്ത്രീകളെ രാജ്ഞിമാരായിട്ടാണ് കണക്കാക്കുന്നത്. അതെ, ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ പദവിയും സ്ഥാനവും ഒരു പ്രത്യയ ശാസ്ത്രവും നൽകിയിട്ടില്ല. മാതാവായും മകളായും സഹോദരിയായും ഭാര്യയായും സ്ത്രീയെ ബഹുമാനിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചു. തനിക്ക് പിറന്നത് പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാനക്കേടിന്റെ പേരിൽ ജീവനോടെ കുഴിച്ചുമൂടിയിരുന്ന അസംസ്കൃത അറബി സമൂഹത്തിന്റെ കൈപിടിച്ചുകൊണ്ട് പെൺകുഞ്ഞിനെ കൊല്ലൽ കൊടും പാപമായി ഇസ്ലാം പ്രഖ്യാപിച്ചു. എന്നല്ല, തനിക്ക് പിറന്നത് ഒരു പെൺകുഞ്ഞാണെങ്കിൽ അതിനെ നല്ല രൂപത്തിൽ പോറ്റി വളർത്തിക്കഴിഞ്ഞാൽ ആ പിതാവിന്, ആ മാതാപിതാക്കൾക്ക് സ്വർഗമാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതെ, സ്ത്രീയെ ആദരിച്ച മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ. തന്റെ ഭർത്താവിന്റെ വീട്ടിലെ രാജ്ഞിയാണ് സ്ത്രീയെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു. ആരിഫും ജാമിദയും എത്ര കുരച്ചാലും ഇസ്ലാമിന്റെ പ്രഭക്ക് മങ്ങലേൽപ്പിക്കാൻ കഴിയില്ല. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു തആല ഇസ്ലാമിന് ഇസ്സത്ത് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. صلى الله على محمد صلى الله